269 അധ്യായമാണ് നമുക്ക് ഇന്ന് വായിക്കുവാനുള്ളത്. ബാബുൻ നഹി അനി തബാഗുലി വത്തഖാതുഇ വത്തദാബുരി. ഈ അധ്യായങ്ങളിലൊക്കെ പറയുന്നത് സൽസ്വഭാവത്തിൻ്റെ കാര്യങ്ങളാണ്. ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ അവൻ നിസ്കരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇബാദത്തുകളിൽ ചിട്ടയുള്ളതുകൊണ്ടോ മാത്രമായില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രാഥമിക പാഠമാണ്. നമുക്കെല്ലാവർക്കും അറിയാം അഖ്ലാഖിന് ഇസ്ലാമിലുള്ള സ്ഥാനം എത്രയാണെന്ന്. അഖീദ പോലെ, അതുപോലെ തന്നെ നമ്മുടെ കർമ്മശാസ്ത്രം പോലെ, ഫിഖ്ഹ് പോലെ ഒക്കെ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലക്ക് അവനിൽ ഉണ്ടായിരിക്കേണ്ടുന്ന പരമപ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് അവൻ സൽസ്വഭാവിയാകണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സൽസ്വഭാവത്തിന് വിരുദ്ധമായി വരുന്ന ഏതെല്ലാം ചീത്തയായ ദുർഗുണങ്ങളുണ്ടോ അവയെ നിരോധിക്കുന്ന അധ്യായത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം സ്ത്രീ പുരുഷൻ എന്ന നിലക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ എന്തെല്ലാം എടുത്തു കളയേണ്ടതുണ്ട് എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്ന അധ്യായത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത് ധാരാളം അധ്യായങ്ങളിലൂടെ നമ്മോട് വിലക്കപ്പെട്ടിട്ടുള്ള സ്വഭാവങ്ങൾ, ദുസ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്കിനി വരുന്ന ക്ലാസ്സുകളിലൂടെയൊക്കെയായി തുടർച്ചയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളത്. ഇവിടെ പറയുന്ന ഇന്നത്തെ അധ്യായം ബാബുൻ നഹി അനി തബാഗുലി, തബാഗുലിനെ വിരോധിക്കുന്ന അധ്യായം. ബാബുൻ നഹി, ബാബു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അധ്യായം. അന്നഹിയു അനി തബാഗുലി, തബാഗുല് വിലക്കപ്പെട്ടതാണ്. നഹി എന്ന് പറഞ്ഞാൽ വിരോധിക്കപ്പെട്ടത്, വിരോധിക്കൽ. തബാഗുല്, തബാഗല എന്ന് പറഞ്ഞാൽ പരസ്പരം കോപിക്കുക, അല്ലാത്തൊരു മാനസികമായിട്ട് പരസ്പരം ഈർഷ്യതയിലും വിദ്വേഷത്തിലുമൊക്കെ കഴിയുക, അതാണ് തബാഗുല്. വിദ്വേഷം പാടില്ല. രണ്ടാമത്തത് തഖാതുഅ്, തഖാതുഅ് എന്ന് പറഞ്ഞാൽ പരസ്പരം നിസ്സഹകരണം, ബന്ധവിച്ഛേദനം, ബന്ധം മുറിക്കുക, അതാണ് തഖാതുഅ്. മറ്റൊന്ന് തദാബുർ, അവഗണന, ഒരാളെ അവഗണിക്കുക, മൈൻഡ് ചെയ്യാതിരിക്കുക, ഇതാണ് തദാബുർ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇസ്ലാം വളരെ ഗൗരവത്തോടെ കണ്ടതാണ് വിശ്വാസികൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്പരം കോപത്തിന് ഇഴയാക്കുന്ന ഒരു പ്രവൃത്തിയും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതാണ് ബുഗ്ള്, ഗളബ് എന്നൊക്കെ പറയുന്നത് ഈ കോപത്തെയാണ്, പരസ്പരമുള്ള ഈർഷ്യത. ഒരു മുസ്ലിം സൊസൈറ്റിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് പരസ്പരം ഒരു വിദ്വേഷം വെച്ച് പുലർത്തുക എന്നുള്ളത്. ധാരാളം ആളുകളിൽ നിന്ന് കണ്ടുവരുന്നൊരു കാര്യമാണ്. നിസ്കാരവും ഇബാദത്തും നോമ്പൊക്കെ ഉണ്ടാവും, സുന്നത്ത് നോമ്പുകൾ വരെ ഉണ്ടാവും, പക്ഷെ സ്വഭാവം വളരെ മോശമായിരിക്കും. പരസ്പരം പകയും വിദ്വേഷവും നിറഞ്ഞ മനസ്സുകളായിരിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? വളരെ ഗുരുതരമാണ് അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമുക്കൊരാളോടൊരു വിദ്വേഷമുണ്ടാകരുത്, മനസ്സ് ക്ലീനായിരിക്കണം. അതുകൊണ്ട് വിദ്വേഷം അരുത് എന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. വത്തഖാതുഅ്, പരസ്പരം ബന്ധവിച്ഛേദിക്കാൻ പാടില്ല. ഖത്അ എന്ന് പറഞ്ഞാൽ മുറിച്ചു കളഞ്ഞു എന്നാണല്ലോ. തഖാതുഅ്, പരസ്പരം ബന്ധം വിച്ഛേദിക്കുക. ഇസ്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ആരോടൊക്കെ നമ്മൾ ബന്ധം ചേർക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കൂടുതൽ ബന്ധം ചേർക്കേണ്ടത് അവൻ്റെ മാതാപിതാക്കളാണ്. പിന്നീട് സിലത്തുർ റഹിം എന്ന നിലക്ക് അവൻ്റെ അടുത്ത ബന്ധുക്കളാണ്, അതുപോലെ അയൽക്കാരാണ്, താൻ ഇടപെടുന്ന സഹോദരീ സഹോദരങ്ങളാണ്, നാട്ടുകാരാണ്. എല്ലാവരുമായും സഹകരണ മനസ്ഥിതിയാണ് ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത്. അതേ അവസരത്തിൽ തഖാതുഅ് സംഭവിക്കുമ്പോൾ പിന്നെ മിണ്ടാതായി, നിസ്സഹകരണമായി, കണ്ടാൽ ഒരു പൊരുത്തവുമില്ലാതെയായി പാടില്ല എന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. മൂന്നാമത്തത് തദാബുർ. തദാബുർ എന്ന് പറഞ്ഞാൽ അദ്ബറ എന്ന് പറഞ്ഞാൽ എന്താ? പിന്തിരിഞ്ഞു പോവുക. ഞാൻ നിങ്ങളെ കാണുന്നു, പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളെയും മൈൻഡ് ചെയ്യുന്നില്ല, മുഖം കൊടുക്കുന്നില്ല, തിരിഞ്ഞു പോവുക, തിരിഞ്ഞു കളയുക, അവഗണിക്കുക, അതാണ് തദാബുർ. ഇത് മൂന്നും നിഷിദ്ധമാണ്, ഹറാമാണ് എന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഇവിടെയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു പതിവ് ശീലം നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തവർ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ
ഒരു ടൈറ്റിൽ കൊടുക്കും. ഇപ്പം നമ്മൾ കേട്ടതുപോലെ ബാബ്, ഒരു അധ്യായത്തിൻ്റെ നെയിം, പേരദ്ദേഹം കൊടുക്കും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് ശൈലി ആ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് ആദ്യം നൽകുക. കുറേയൊന്നും കൊടുക്കൂല, ഒരു 2-3 ആയത്തുകൾ അതിനുപോൽബലകമായിട്ട് നൽകും. അതിൻ്റെ ശേഷം ആ വിഷയത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഏതാനും ഹദീസുകൾ അദ്ദേഹം സെലക്ട് ചെയ്ത് ഉദ്ധരിക്കും. ഇതാണ് ഇമാം നവവിയുടെ റിയാദുസ്സാലിഹീനിൻ്റെ പ്രതിപാദന രീതി. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ രീതി അനുസരിച്ച് ഹെഡിങ് കഴിഞ്ഞു. ഇനി അദ്ദേഹം തുടങ്ങാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ ഇതിന് സഹായകമാകുന്ന ഏതാനും ആയത്തുകളാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. സൂറത്തുൽ ഹുജറാത്തിലെ 10-ാമത്തെ ആയത്തിൻ്റെ ഒരു ശകലമാണ് അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇവിടെ പറയുന്നത്? ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും സത്യവിശ്വാസികൾ, ഇഖ്വത്തുൻ, അവർ സഹോദരങ്ങളാണ്. ഇതാണ് ആദ്യം നൽകിയ ആയത്ത്. എന്തുകൊണ്ടാണ് ആ ഹദീസ് ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളിക്കാൻ കാരണം? ഈ പറയുന്ന 3 വിരോധിക്കപ്പെട്ട സ്വഭാവങ്ങൾ ആരിലൊക്കെ ഉണ്ടായോ അവിടെ ഉഖുവത്ത് നഷ്ടപ്പെടും, സാഹോദര്യം നഷ്ടപ്പെടും. വിശ്വാസികൾ പരസ്പരം വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലുമൊക്കെ കഴിയേണ്ടവരാണ്. ശരിക്കും ഉഖുവത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ പറ്റ മക്കളാണല്ലോ. ആ നിലക്ക് കഴിയേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. ആ സാഹോദര്യത്തെ തകർത്ത് കളയുന്നതാണ് ഈ ദുർഗുണങ്ങൾ 3. പരസ്പരം കോപിച്ചു കഴിഞ്ഞാൽ പിന്നെ സാഹോദര്യം പോയി. നിസ്സഹകരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സാഹോദര്യം പോയി. അവഗണന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധം ഉണ്ടാവില്ല, സാഹോദര്യം പോയി. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ സഹോദരങ്ങളായിരിക്കണം. ആ സാഹോദര്യത്തിന് ഉലച്ചിൽ തട്ടുന്ന യാതൊന്നും നമ്മുടെ പ്രവൃത്തിയിലോ സ്വഭാവത്തിലോ വാക്കിലോ ഉണ്ടാകാൻ പാടില്ല. വഖാല തആല, രണ്ടാമത് അദ്ദേഹം ഉദ്ധരിക്കുന്നത് സൂറത്തുൽ മാഇദയിലെ 54-ാമത്തെ സൂക്തമാണ്. അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ. സത്യവിശ്വാസികളുടെ ഗുണം പറയണം. അവിടെ പറയുന്നത് എന്താണെന്നറിയോ? ആരെങ്കിലും മതത്തിൽ നിന്ന് പുറത്തു പോയാൽ അവൻ അള്ളാനെ പരിക്കേൽപ്പിക്കാനോ ഇസ്ലാമിന് എന്തെങ്കിലും കോട്ടം തട്ടിക്കാനോ ഒന്നും പറ്റൂല. പുറത്തു പോയോൻ പുറത്തു പോയി, അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. അങ്ങനെ ഒരു കൂട്ടർ പുറത്തു പോയാലും അള്ളാഹു മറ്റൊരു കൂട്ടരെ കൊണ്ടുവരും. ആ ആളുകൾ വളരെയേറെ നല്ലവരായിരിക്കും, അവർക്ക് അള്ളാഹിനെ ഇഷ്ടമാണ്, അള്ളാഹുവിന് അവരെയും ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ആ മുഅ്മിനീങ്ങളെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞതാണെന്ത്? അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീന. ആ മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും? അവർ സത്യവിശ്വാസികളോട് വളരെ വിനീതരായിരിക്കും. അദില്ലത്ത് എന്ന് പറഞ്ഞാൽ മുത്തവാളിഈന, അവർ സത്യവിശ്വാസികളോട് പരസ്പരം വളരെ വിനയത്തിലായിരിക്കും. അവരഹങ്കാരം കാണിക്കൂല, നല്ല സ്നേഹം കാണിക്കും, സാഹോദര്യം കാണിക്കും, വിട്ടുവീഴ്ച കാണിക്കും. അങ്ങനെ മുഅ്മിനീങ്ങൾ പരസ്പരം വളരെയേറെ ഒരു നല്ല സ്വഭാവത്തിലാണ് അവർ കഴിയുക. അതേ അവസരത്തിൽ അഇസ്സത്തിൻ അലൽ കാഫിരീൻ, സത്യനിഷേധികളോട് അവരുടെ മനസ്സ് കുറച്ച് കടുപ്പത്തിലായിരിക്കും. അത് ആദർശവൈരമാണ്, പേഴ്സണലായിട്ടല്ല. ആദർശവൈരികളോട് അവർ അതിനനുസരിച്ചുള്ള കാഠിന്യത്തോടെയാണ് ആദർശ മേഖലയിൽ പെരുമാറുക. അതേ അവസരത്തിൽ ഒരേ ആദർശക്കാരായ മുഅ്മിനീങ്ങളോട് അവർ വളരെ രമ്യതയിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണ് വർത്തിക്കുക. അപ്പോൾ ഈ ആയത്തും ഈ അധ്യായത്തിൽ കൊണ്ടുവരാൻ കാരണം മുഅ്മിനീങ്ങളോട് പാലിക്കേണ്ട സ്വഭാവമല്ല ഈ അധ്യായത്തിൽ വിലക്കിയിട്ടുള്ളത്. അത് ശ്രദ്ധ വേണം എന്ന് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ്. വഖാല തആല, മൂന്നാമത് അദ്ദേഹം ഉദ്ധരിക്കുന്ന ആയത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. സൂറത്തുൽ ഫത്ഹിലെ 29-ാമത്തെ ആയത്താണ് മൂന്നാമതായി എടുത്തുദ്ധരിച്ചത്. അവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതുപോലെ സ്വഹാബത്തിൻ്റെ ഗുണങ്ങളാണ്. മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതരാണ്. വല്ലദീന മഅഹു, ആ റസൂലുള്ളാഹുടെ കൂടെയുള്ളവരുടെ ഗുണം എന്തൊക്കെയാണ്? എന്താ അവരുടെ പ്രത്യേകത? അശിദ്ദാഉ അലൽ കുഫാരി, നേരത്തെ പറഞ്ഞതുപോലെ സത്യനിഷേധികളോട് അവർ വളരെ പരുഷ സ്വഭാവക്കാരായിരിക്കും. അത് ആദർശവൈരമാണ്. സത്യനിഷേധികളോട് അവർ വളരെ കാഠിന്യത്തോടെ തന്നെയാണ് ആദർശ രംഗത്ത് പ്രവർത്തിക്കുക. അതേ അവസരത്തിൽ റുഹമാഉ ബൈനഹും,
മുഅ്മിനീങ്ങൾക്കിടയിൽ അവർ പരസ്പരം വളരെ കാരുണ്യത്തിലും അതുപോലെ തന്നെ വിട്ടുവീഴ്ചയിലുമൊക്കെ ആയിരിക്കും. കാരണം ആദർശരംഗത്ത് വിട്ടുവീഴ്ചയില്ലല്ലോ. ആദർശരംഗത്ത് ഒരു മുഅ്മിനിന് എന്തില്ല? വിട്ടുവീഴ്ചയും അത് വേണ്ട എന്ന് വെക്കലുമില്ലല്ലോ. അതേ അവസരത്തിൽ ഒരേ ആദർശക്കാർക്കിടയിൽ വിട്ടുവീഴ്ച വേണം, പുറത്തു കൊടുക്കണം, മാപ്പാക്കണം, ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കണം, കേട്ടില്ലെന്ന് നടിക്കണം. അതേ അവസരത്തിൽ ആദർശത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഇങ്ങനെ ഈ 3 ആയത്തുകളാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൻ്റെ താഴെ നൽകിയിട്ടുള്ളത്. ഇനി ഈ അധ്യായത്തിൽ മഹാനവറുകൾ നൽകുന്നത് 2 ഹദീസുകളാണ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. വഅൻ അനസിൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ തബാഗളൂ വലാ തഹാസദൂ വലാ തദാബറൂ വലാ തഖാതഉ വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ വലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസിൻ മുത്തഫഖുൻ അലൈഹി. മഹാനായ സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ധാരാളമായി നമ്മൾ പഠിക്കേണ്ട സ്വഹാബിയാണ്. ഒരുപാട് ആളുകൾക്ക് ധാരാളം ഇസ്ലാം അറിഞ്ഞവർക്കൊക്കെ കേട്ട് പരിചയമുള്ള സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. ഖാദിമുർ റസൂൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ അപരനാമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 10 വർഷം തുടർച്ചയായി സേവനം ചെയ്ത സേവകനായിരുന്നു. കുട്ടിക്കാലത്തെ ഉമ്മ കൊണ്ടാക്കിയതാണ് റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി. റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഉമ്മ കൊണ്ടുപോയി ആക്കിയതാണ് അനസ് റളിയല്ലാഹു അൻഹുവിനെ. 10 കൊല്ലം തുടർച്ചയായി അദ്ദേഹം ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. ആ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, ലാ തബാഗളൂ, നിങ്ങൾ പരസ്പരം ഈർഷ്യത വെക്കരുത്, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുത്. കണ്ടോ, ഹെഡിങ്ങിൽ വന്നാതേ തബാഗുൽ. വലാ തഹാസദൂ, നിങ്ങൾ അസൂയ വെക്കരുത്, പരസ്പരം ഹസദ് കാണിക്കരുത്. വലാ തദാബറൂ, നിങ്ങൾ നിസ്സഹകരണം, നിങ്ങൾ അവഗണന കാണിക്കരുത്. തദാബറ, നിങ്ങൾ അവഗണന കാണിക്കരുത്, പിന്തിരിഞ്ഞു പോവുക, നേരത്തെ പറഞ്ഞല്ലോ. വലാ തഖാതഉ, നിങ്ങൾ നിസ്സഹകരണം പാലിക്കുകയും ചെയ്യരുത്, ബന്ധം മുറിക്കരുത്. എന്നിട്ട് അതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലക്ക് പറയാണ്, വകൂനൂ, നിങ്ങളായിത്തീരുവീൻ, ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങളായിത്തീരുവീൻ, ഇഖ്വാനാ, നിങ്ങൾ പരസ്പരം സഹോദരന്മാരായി കഴിയണേ, നിങ്ങൾ സഹോദരങ്ങളായി കഴിയണേ. വലാ യഹില്ലു ലിമുസ്ലിമിൻ, ഒരു മുസ്ലിമിന് അനുവദനീയമേ അല്ല, ഒരു മുസ്ലിമിന് ഹലാലല്ല, ഒരു മുസ്ലിമിന് പാടില്ല. എന്ത്? അൻ യഹ്ജുറ, അവൻ വെടിയുക എന്നുള്ളത്. അവൻ വെടിഞ്ഞു നിൽക്കുക, മാറി നിൽക്കുക, വിട്ടു നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് പാടില്ല. ആരെ? അഖാഹു, തൻ്റെ സഹോദരനെ, ഫൗഖ സലാസിൻ, 3 ദിവസത്തിലപ്പുറം, 3 ദിവസത്തിലപ്പുറം തൻ്റെ സഹോദരനുമായി നിസ്സഹകരണം പ്രഖ്യാപിക്കുവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതിൽ ഒന്നാമത് പറഞ്ഞത് തന്നെ ലാ തബാഗളൂ എന്നാണ്. നിങ്ങൾ പരസ്പരം കോപിക്കരുത് എന്ന് പറഞ്ഞാൽ പരസ്പരം കോപത്തിന് ഇരയാകുന്ന ഒരു കാര്യങ്ങളും വിശ്വാസികളിൽ നിന്നുണ്ടാകരുത്. നമുക്കൊരാളോട് വെറുപ്പ് തോന്നി, സ്വാഭാവികമാണ്, മനുഷ്യന്മാരല്ലേ, ഒരാൾക്ക് മറ്റൊരാളോട് വെറുപ്പൊക്കെ തോന്നും. അതെത്രത്തോളം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വരെ എല്ലാ നിലക്കും ജീവിതാന്ത്യം വരെ കൊണ്ടു നടക്കാമെന്ന മീസാഖുൻ ഖലീദ്, ബലിഷ്ഠമായ കരാറെടുത്തതാണ് നമ്മൾ നിക്കാഹിലൂടെ. നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസികൾക്കിടയിൽ വെറുപ്പും അകൽച്ചയൊക്കെ ഉണ്ടാകും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു മറുമരുന്ന് പറഞ്ഞിരുന്നത് എന്താണ്? ലാ യഫുറുക് മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു സത്യവിശ്വാസിയും ഒരു സത്യവിശ്വാസിനിയെ വെറുക്കരുത്. അങ്ങനെ വെറുക്കാനുള്ള വല്ല കാരണങ്ങളും ഉണ്ടായാൽ നബി തങ്ങൾ പറയാണ്, ഇൻ സഖത മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ഖുലുഖൻ ആഖർ, നമുക്ക് നമ്മുടെ ഇണയിൽ വെറുപ്പിന് കാരണമാകുന്ന വല്ല സംഗതികളും ഉണ്ടായാൽ എന്താണ് ഉടനെ ചെയ്യേണ്ടത്? അവരിലെ സൽഗുണങ്ങൾ നമ്മൾ കാണണം എന്നാണ് വിധങ്ങൾ പറയണത്. ഒരാൾക്ക് ഭർത്താവിനെക്കുറിച്ച് വെറുപ്പ് തോന്നുകയാണ്, അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് ഏതെങ്കിലും ഒരു സ്വഭാവം കാരണമാണല്ലോ ഇപ്പോൾ ഈ വെറുപ്പ് തോന്നുക.
അങ്ങനെ വെറുപ്പ് തോന്നുമ്പോൾ ഉടനെ ആ വെറുപ്പിൽ നിന്ന് മനസ്സ് മൈൻഡ് മാറണം. ഇല്ലെങ്കിൽ എന്താണ്, ആ സ്നേഹത്തിൻ്റെ അളവ് അവിടെ കുറഞ്ഞു. സ്നേഹത്തിൻ്റെ സ്ഥാനത്തവിടെ ദേഷ്യം, ഈർഷ്യത കടന്നുകൂടി വിദ്വേഷം വന്നു കഴിഞ്ഞാൽ ആ ബന്ധം പിന്നെ പയ്യെ പയ്യെ അതിന് ഉലച്ചിൽ തട്ടും. പിന്നെ അത് വർദ്ധിതമായ തോതിൽ സംശയരോഗത്തിലേക്ക്, തൊട്ടതിനൊക്കെ കുറ്റം കാണുന്നതിലേക്കൊക്കെ അത് വർദ്ധിക്കും. അതുകൊണ്ട് ഉടനെ ചികിത്സിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ, അങ്ങനെ ഇണകൾക്ക് പരസ്പരം ഒരു വെറുപ്പോ വിദ്വേഷമോ വന്നു തോന്നിയാൽ ഉടനെ എന്തു ചെയ്യണം, അവളിലെ നന്മകൾ നീ കാണണം. നന്മകൾ കണ്ടിട്ട് ആ തിന്മകളെ നീ കണ്ടില്ലെന്ന് വെക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് തന്നെയാണ് മറ്റുള്ളവരോടുമുള്ള ബന്ധത്തിൽ നമ്മൾ പാലിക്കേണ്ടത്. നമുക്കൊരാളോട് വെറുപ്പുണ്ടാകാൻ എന്താണ് കാരണമെന്ന് നമ്മൾ സ്വയം കണ്ടെത്തണം. ആ വെറുപ്പിന് നിമിത്തമായ കാരണത്തെ പർവ്വതീകരിച്ച് കൊണ്ടുപോകാതെ അയാളിലുള്ള നല്ല വശങ്ങൾ, തന്നോടുള്ള പെരുമാറ്റത്തിൽ, തനിക്ക് വേണ്ടി ചെയ്തു തന്ന സഹായത്തിൽ, സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങളിൽ ഒക്കെ അദ്ദേഹം ചെയ്യുന്ന നല്ല ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ആ കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണുകയും നമുക്ക് വെറുപ്പിന് നിദാനമായ കാരണമെന്തോ അതിനെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യലാണ് വിശ്വാസികൾക്കിടയിൽ ഈർഷ്യതയും വിദ്വേഷവും കടന്നുകൂടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യരുത്, നിങ്ങൾ വലാ തഹാസദു എന്നാണ് അടുത്ത ഹദീസ്. വലാ തഹാസദു, നിങ്ങൾ ഹസദ് പാലിക്കരുത്. അതിൻ്റെ വിവരണം ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് നീട്ടിവെക്കുകയാണ്. കാരണം അന്നഹിയു അനിൽ ഹസദി എന്ന് അടുത്ത അധ്യായം വരുന്നുണ്ട്. അതിൽ അത് സംബന്ധമായ ഹദീസുകൾ വരുന്നത് കൊണ്ട് ഹസദ് വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന മറ്റൊരു ദുർഗുണമാണ്. അവിടെ എത്തുമ്പോൾ അത് അവിടെ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. വലാ തദാബറു, നിങ്ങൾ തദാബുർ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ പരസ്പരം എന്തു ചെയ്യുക, അവഗണന കാണിക്കുക. അവഗണന നിങ്ങൾ പരസ്പരം കാണിക്കരുത്. അവഗണന കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസി ലയാലിൻ. ഇവിടെ നമ്മൾ ഈ ഹദീസിൻ്റെ തന്നെ അവസാന ഭാഗത്ത് പറഞ്ഞല്ലോ, വലാ തഖാതഉ, നിങ്ങൾ ബന്ധം വിച്ഛേദിക്കരുത്. ബന്ധം വിച്ഛേദിക്കുക അത് നമ്മുടെ മാതാപിതാക്കളോടാവുമ്പോൾ ഗൗരവമായി, മക്കളോടും അത് ബന്ധപ്പെട്ട കുടുംബത്തോടുമാകുമ്പോൾ ഏറെ ഗൗരവമായി. സിലത്തുൽ റഹാം പാലിക്കണം, കുടുംബ ബന്ധക്കാരോടാകുമ്പോൾ ഏറെ ഗുരുതരമായി. നമുക്ക് ഏറ്റവും ബന്ധം ചേർക്കാൻ കൽപ്പിക്കപ്പെട്ടവരോട് നമ്മൾ ബന്ധം വിച്ഛേദിക്കുമ്പോൾ അതിൻ്റെ ഗുരുതരമായ ഭവിഷ്യത്ത് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ബന്ധവിച്ഛേദനം പാടില്ല. പിന്നെ നിങ്ങൾ സഹോദരങ്ങളായി ജീവിക്കണം. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ സഹോദരങ്ങളായി ജീവിക്കണേ വിശ്വാസികളെ, അടിമകളെ. ഒരു മുസ്ലിമിന് തൻ്റെ സഹോദരനെ ഹജ്ർ ചെയ്യാൻ പാടില്ല. ഫൗഖ സലാസ്, 3 ദിവസത്തിലപ്പുറം. ഉപോത്ബലകമായൊരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. മഹാനായ അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ലാ യഹില്ലു ലിമുസ്ലിമിൻ, ഒരു മുസ്ലിമിന് പാടില്ല അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസി ലയാലിൻ, 3 ദിവസത്തിലപ്പുറം ഒരാളുമായി പിണങ്ങി നിൽക്കുവാൻ, വെടിഞ്ഞു നിൽക്കുവാൻ പാടില്ല. എപ്രകാരം? യൽതഖിയാനി, അവർ രണ്ടാളും കണ്ടുമുട്ടുന്നുണ്ട്. അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നുണ്ട്. ഫയുഇരിദു ഹാദാ വയുഇരിദു ഹാദാ, ഇവൻ അങ്ങോട്ടും മുഖം കൊടുക്കുന്നില്ല, അവൻ ഇങ്ങോട്ടും മുഖം കൊടുക്കുന്നില്ല. സലാം പറഞ്ഞോ പറഞ്ഞില്ലേ, സലാം പറഞ്ഞോ മടക്കിയോ ഒന്നുമില്ല. ആളെ കാണുമ്പോഴേക്ക് തന്നെ നേരെ മുഖം കൊടുക്കാതെ പോവുകയാണ്. പണ്ടത്തെ കാലത്ത് അങ്ങനെ വേണ്ടിയിരുന്നു, മുഖം കൊടുക്കാതെ പോയാൽ മതി. ഇപ്പം എല്ലാവർക്കും മൊബൈലിൽ നോക്കിയാൽ മതി. അങ്ങനെ ഒരു സൗകര്യമുണ്ട് ആളുകൾക്കിപ്പോൾ. എനിക്ക് പറ്റാത്തൊരാളെ കണ്ടാൽ ഞാൻ മൊബൈലിൽ ഇങ്ങനെ നോക്കിയാൽ മതി. പണ്ടങ്ങനെയല്ല, പണ്ട് മുഖത്തേക്ക് നോക്കിയിട്ട് മുഖം തിരിക്കലേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അതും പെടും. ഈ ഉദ്ദേശത്തിൽ മൊബൈലിൽ നോക്കിയാൽ അതും പെടും എന്നർത്ഥം. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ഹദീസ് മനസ്സിലാക്കണമല്ലോ. മുഖം തിരിക്കൽ മാത്രമല്ല, അയാളെ മുഖത്ത് നിന്ന് വേറൊന്നിലേക്ക് നമ്മൾ മുഖം തിരിച്ചത് അയാളെ കാണാതിരിക്കാനാണെങ്കിൽ ആ ഉദ്ദേശ്യാർത്ഥം അതും ഹറാമ് തന്നെയാണ്. നേരെ മറിച്ച് എനിക്കൊരു മെസ്സേജ് വന്നാണ്, കോള് വന്നതാണ്, അതൊന്നും ഇവിടെ വിഷയമല്ല. അതല്ലാതെ അയാളെ അവഗണിച്ചുകൊണ്ട് അയാളെ ഞാൻ വില കൽപ്പിക്കുന്നില്ല, എനിക്ക് അയാളോട് പിണക്കമാണ് എന്നുള്ള നിലക്ക് ഒരു മുസ്ലിമിനോട് പിണങ്ങി പിരിഞ്ഞ് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കാൻ പാടില്ല. അങ്ങനെ പിണങ്ങി നിൽക്കുമ്പോൾ വഖൈറുഹുമാ, അവരിൽ രണ്ടാളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? അല്ലദീ യബ്ദഉ ബിസ്സലാം, അവരിൽ ആരാണോ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നത് അവനാണ് ഉത്തമൻ. ശൈത്താൻ നേരെ എതിരാ പറഞ്ഞുതരാം.
നിനക്കെന്താടാ കുറവ്? അയാളെ അപേക്ഷിച്ച് നിനക്കെന്താടാ കമ്മി? അയാളും തെറ്റി, നിങ്ങളെന്താ ഇപ്പോൾ ഇജു മോശക്കാരനാ? എന്തിനാ അയാളുടെ കാലിൻ്റെ ഓട്ടേക്ക് നീ പോകുന്നത്? എന്തിനാ അയാളുടെ അടുത്ത് പോയിട്ട് നീ മാപ്പ് പറയണത്? നിനക്കെന്താ? നിനക്കൊരു പദവിയും നിനക്കൊരു പ്രത്യേകമായ സ്ഥാനമൊക്കെ അല്ലേ, അത് കളഞ്ഞു കുളിക്കണോ എന്നിങ്ങനെ ശൈത്താൻ വേദാന്തമോതും മനസ്സിൽ. വേണ്ട, അങ്ങനെ ചെയ്യണ്ട, നന്നാവണ്ട എന്നൊക്കെ പറയും. പക്ഷേ അരുത്. ആരാണോ ആദ്യം സലാം പറയുന്നത് അവനാണ് ഉത്തമൻ, അവന് വലിയ പുണ്യമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലെങ്കിലോ കേട്ടോളൂ, ഗുരുതരമാണ് വിഷയം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസ്. കേട്ട വാചകം തന്നെ. ഇനി കേട്ട വാചകം നോക്കൂ. ഇനി പറയുന്നത്, ഫമൻ ഹജറ ഫൗഖ സലാസിൻ ഫമാത ദഖലന്നാർ. ഇന്നാ ലില്ലാഹ്. ഫമൻ ഹജറ, ആരെങ്കിലും ഒരാളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു, പിണങ്ങി, വെടിഞ്ഞു, ഫൗഖ സലാസിൻ, 3 ദിവസത്തിലപ്പുറം, ഫമാത, അങ്ങനെ അയാൾ മരിച്ചുപോയി, തൗബ ചെയ്യാതെ അയാൾ മരിച്ചുപോയി, ദഖലന്നാർ, അയാൾ നരകത്തിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഇമാം അബൂദാവൂദ്, ഇമാം അഹ്മദൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമാണ്. സത്യവിശ്വാസികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരാളുമായിട്ട് ബന്ധവിച്ഛേദനം ഒരിക്കലും പാടില്ല. ഭാര്യാഭർത്താക്കൾക്ക് ബന്ധം വിച്ഛേദിക്കുവാൻ ഇസ്ലാം അനുവാദം തന്നതാ. അവിടെ പോലും 3 ദിവസത്തിലപ്പുറമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം, അതിൻ്റെ അടക്ക് നന്നാവണം എന്നാണ്. അതെവിടെയാണ്? വിശുദ്ധ ഖുർആൻ തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. എന്ത്? ഭാര്യാഭർത്താക്കൾക്കിടയിൽ നിങ്ങൾ പിണക്കം ഭയപ്പെട്ടാൽ നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? ഫഇളൂഹുന്ന, അവരെ ആദ്യം ഉപദേശിക്കണം. രണ്ടാമത് പറഞ്ഞത് ഫഹ്ജുറൂഹുന്ന, നിങ്ങൾ അവരെ വെടിയണം എന്നാണ്. ഫഹ്ജുറൂഹുന്ന, നിങ്ങൾ അവരുമായി വെടിഞ്ഞു നിൽക്കണം, വിട്ടു നിൽക്കണം എന്നാണ്. അവിടെ പോലും എന്താണ് പറയുന്നത്? 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നന്നാക്കാൻ നോക്കണം. അതുകൊണ്ടും തീരുന്നില്ലെങ്കിൽ 1 മാസം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാരുമായി വിട്ടുനിന്നിട്ടുണ്ട്. അത് അത്രക്കും പ്രധാനപ്പെട്ടൊരു കാരണമായതുകൊണ്ട് 1 മാസം വിട്ടുനിന്നു. അതേപോലെ തന്നെ ഇവിടെ ഇത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാന്മാരായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു, അതേപോലെ തന്നെ സഹാബത്തിൽ പ്രമുഖരായിരുന്ന ആ 3 സഹാബിമാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 50 ദിവസത്തോളമാണ് വിട്ടുനിന്നത്. നബിയും സഹാബിമാരും 50 ദിവസത്തോളം 3 സഹാബിമാരുമായി നിസ്സഹകരണം പ്രഖ്യാപിച്ചു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ചുരുക്കി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ എല്ലാവരും പുറപ്പെട്ടു. അന്ന് വളരെ പ്രയാസമുള്ള, അത്യുഷ്ണമുള്ളൊരു കാലഘട്ടമാണ്. ഈത്തപ്പനയൊക്കെ നന്നായി വിളവെടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് ചൂട് കാരണത്താലും വിളവെടുപ്പിൻ്റെ കാലമായതുകൊണ്ടും പലർക്കും പുറത്തു പോകാൻ മടിയുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആഹ്വാനം കേട്ടപ്പോൾ സർവ്വ സത്യവിശ്വാസികളും യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. മുനാഫിക്കുകൾ പോയില്ല. എന്നാൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട 3 ആളുകൾ, അവരുടെ കയ്യിൽ ഹൈ സ്പീഡുള്ള 3 കുതിരകളുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ പൊയ്ക്കോട്ടെ, നമുക്കെന്തായാലും പ്രവാചകൻ്റെ കൂടെ എത്തിച്ചേരാം, കുറച്ച് വൈകിട്ട് പോയാലും മതി എന്ന സതുദ്ദേശം നിമിത്തം അവർ പോയില്ല. പിന്നീട് അവർ അങ്ങനെ വൈകി ആവാലോ എന്ന് വിചാരിച്ച് എന്തോ അള്ളാഹുവിൻ്റെ തീരുമാനം, പിന്നെ ആ 3 ആളും യുദ്ധത്തിന് പോയില്ല. യുദ്ധമൊക്കെ കഴിഞ്ഞ നബിയും സഹാബത്തും തിരിച്ചു വന്നാൽ അവിടുത്തേക്കൊരു പതിവുണ്ട്. സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം യാത്രാവിശേഷങ്ങളൊക്കെ പറയും, പോകാത്തവരോട് കാരണം തിരക്കും. അങ്ങനെ കാരണം തിരക്കിയപ്പോൾ പലതും പല കാരണങ്ങൾ പറഞ്ഞു. ഈ 3 ആളുകൾ വന്നു, നിങ്ങളുടെ കാരണം എന്താണെന്ന് ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർ സത്യം പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ വരണം എന്നൊക്കെ വിചാരിച്ചാണ്, കാപ്പട്യം കൊണ്ടൊന്നുമല്ല, പക്ഷേ വരാൻ ഒത്തില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് നിസ്സഹകരണം പ്രഖ്യാപിച്ചു. മദീനയിൽ ഒരൊറ്റ കുട്ടീനെ ഇവരുമായി മിണ്ടാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, അവരുമായി യാതൊരു ബന്ധവും പാടില്ല. അതൊക്കെ വളരെ വിശദമായ ചരിത്രമാണ്. വഅല സലാസത്തില്ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത്. മദീന വിശാലമായിട്ടും ഈ 3 സഹാബിമാർക്ക് മദീന കുടുസായതുപോലെ തോന്നിയെന്നാണ്. കാരണങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു നാട്, ആ നാട്ടിൽ ഈ 3 സഹാബിമാരോട് ആരും മിണ്ടൂല, സലാം പറയൂല, സലാം പറഞ്ഞാൽ മടക്കൂല. അള്ളാഹിൻ്റെ റസൂലിനെ കണ്ടാൽ പോലും സഹാബിമാർ പറയുന്നുണ്ട്, നബിതങ്ങളുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ എന്ത് ചെയ്യൂല, ഞങ്ങളെ മുഖത്തേക്ക് നോക്കൂല. ഞങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും നോക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ ഞങ്ങളെ നോക്കുന്നുണ്ടാകും. മറ്റാളുകൾ പറയാണ്,
ഈ മൂന്നാളുകളുടെയും മുഖത്തേക്ക് അള്ളാഹിൻ്റെ റസൂൽ പരസ്പരം നോക്കൂല. അത്രയും അവരുമായി നിസ്സഹകരണം പ്രഖ്യാപിച്ചു. അവസാനം എത്രത്തോളം പറഞ്ഞു, നിങ്ങൾ ഭാര്യമാരില്ലെന്ന് വിട്ടു നിൽക്കണമെന്ന് വരെ പറഞ്ഞു. ഞാൻ ചുരുക്കി പറയണം, 50 ദിവസം 3 ദിവസത്തിലപ്പുറം നിസ്സഹകരണം പാടില്ലെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും ഈ 3 പ്രമുഖരായ സഹാബിമാരോട് 50 ദിവസം നിസ്സഹകരണം പ്രഖ്യാപിച്ചു. അതിന് കാരണമുണ്ടായിരുന്നു. എന്താ കാരണം? അവർ ഇസ്ലാമികമായിട്ട് പാലിക്കേണ്ടുന്ന മര്യാദ നബിതങ്ങളോട് പാലിച്ചില്ല, അഥവാ ആദർശപരമായ കാരണത്താൽ വിട്ടുനിൽക്കേണ്ടി വന്നു. അങ്ങനെ ആദർശപരമായ കാരണത്താൽ ഒരാളോട് പിണങ്ങി നിന്നാൽ അയാളുടെ പിണക്കം മാറാനത് ഉപകാരമാകുമെന്ന് കണ്ടാൽ മാത്രം 3 ദിവസത്തിലപ്പുറം ഒരാളുമായി നമുക്കെന്ത് ചെയ്യാം? പിണങ്ങി നിൽക്കാം. അതല്ല, നമ്മളങ്ങനെ പിണങ്ങിയതുകൊണ്ട് ഒരു കാര്യമല്ല. അവരുടെ ദുസ്വഭാവവും അവരുടെ ദുഷിച്ച പ്രവർത്തനങ്ങളൊക്കെ വർദ്ധിക്കേ ചെയ്യുള്ളൂ. നമ്മൾ പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നാണോ എങ്കിൽ അങ്ങനെ പിണങ്ങി നിൽക്കേണ്ടതും ഇല്ല. അപ്പം 3 ദിവസത്തിലപ്പുറം പിണങ്ങി നിൽക്കാവുന്ന കേസ് ഏതിലാണ്? വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ. ഏത് സമയത്ത് മാത്രം അത്തരം ആളുകളോട് നമ്മൾ നിസ്സഹകരണം പ്രഖ്യാപിച്ചാൽ അവർ നന്നാകാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പായാൽ മാത്രം. ഉദാഹരണം, ഒരാൾ കള്ളു കുടിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിലൊരാൾ മദ്യപാനിയാണ് അല്ലെങ്കിൽ വ്യഭിചാരിയാണ്. നമ്മൾ അയാളുമായിട്ട് നിസ്സഹകരണം പ്രഖ്യാപിക്കുകയാണെന്ന് വിചാരിക്കുക. എപ്പോൾ നിസ്സഹകരണം പ്രഖ്യാപിച്ചാൽ അയാൾക്ക് വലിയ കുടുംബസ്നേഹമുള്ള ആളാണ്. ആൾ മദ്യപാനിയൊക്കെ ആണെങ്കിലും കുടുംബത്തോടൊക്കെ വലിയ സ്നേഹമാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നത് അയാൾക്ക് വലിയ ടെൻഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളും അദ്ദേഹത്തെ നിസ്സഹകരണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വന്നാൽ അയാൾ ആ തെറ്റിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ അയാൾ തെറ്റിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രം 3 ദിവസത്തിലപ്പുറം ഒരാളോട് അയാൾ പശ്ചാത്തപിച്ച് മടങ്ങുവോളം എന്തു ചെയ്യാം? നമുക്ക് പിണങ്ങി നിൽക്കാം. അതല്ല, നമ്മളിപ്പോൾ അയാളോട് ഇത് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല, അയാൾ കുടി വർദ്ധിപ്പിക്കുകയാണ്, ഈ ടെൻഷനും കൂടി മാറ്റാൻ അയാൾ ഒരു കുപ്പിയും കൂടി കൂടുതൽ കുടിക്കുകയാണോ, എന്നാൽ പിന്നെ അയാളെ നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ട് കാര്യമൊന്നും ഇല്ല. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ 3 ദിവസത്തിലപ്പുറം പിണങ്ങി നിൽക്കുന്നത് പോയിട്ട്, സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്? എത്രയോ വർഷങ്ങളായിട്ട് കണ്ടാൽ മിണ്ടാത്തവർ, എത്രയോ വർഷങ്ങളായിട്ട് മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്നവർ, കൂടെ പിറന്ന സഹോദരീ സഹോദരങ്ങളുമായി തെറ്റി നിൽക്കുന്നവർ. ആദർശപരമല്ല ഞാൻ പറയുന്നത്, ഈ നിലക്കുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ പിണങ്ങിപ്പിരിഞ്ഞു നിൽക്കുന്നവർ. നമ്മളോട് പിണങ്ങി നിൽക്കുന്നവരോട് പോലും അങ്ങോട്ട് പോയി സലാം പറയുന്നവനാണ് ഉത്തമൻ എന്ന് പറഞ്ഞല്ലോ. എന്നിട്ടും അവൻ പിന്നെയും ഇടം തെടിച്ച് നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതെന്താണ്? 2 ആളെയും കൂടി കുറ്റം അയാൾക്കാണ് എന്നാണ്. നമ്മൾ സലാം പറഞ്ഞിട്ടും അയാൾ മടക്കണില്ല, കുറ്റം അയാൾക്കാണ്. പിന്നെ നമ്മളോട് ഇങ്ങോട്ട് ഏറ്റവും മോശമായി പെരുമാറുന്നവനോടും അങ്ങോട്ട് നന്നായി പെരുമാറണം എന്നല്ല ഇസ്ലാം പറയുന്നത്. നീ ഏറ്റവും നല്ല നല്ല സ്വഭാവങ്ങൾ കൊണ്ട് പ്രതിരോധിക്കുന്നതാണ്. കാരണം എന്താണ്? ഏറ്റവും വിദ്വേഷമുള്ള മനസ്സുകളെ നന്നാക്കുവാൻ ഒരു മാർഗമാണത്. ഞാൻ ഇങ്ങനെയൊക്കെ ഇയാളോട് ഇവളോട് പെരുമാറിയിട്ടും ഇവളിപ്പോഴും അല്ലെങ്കിൽ ഇയാൾ എന്നോട് ഇപ്പോഴും ഇങ്ങനെ വർത്തിക്കുന്നുണ്ടല്ലോ, ഇനി എന്തിനാ ഞാൻ ഇങ്ങനെ തുടരണ്ട എന്നൊരു സന്മനസ് അയാൾക്ക് തോന്നിയാലോ? അപ്പം അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു കാരണത്തിന് നിമിത്തമാകുമല്ലോ അത്. അപ്പം അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് വർഷങ്ങളോളം തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അനുഭവിക്കാനിരിക്കുന്ന ദുരന്തം നമ്മൾ മനസ്സിലാക്കണം. നിസ്കരിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല, നോമ്പെടുത്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല, അത് അള്ളാൻ്റെ അടുക്കലേക്കാണ്ട് ഉയരൂല. അതാണ് ഇനി വായിക്കാൻ പോകുന്ന ഹദീസിലുള്ളത്. വഅൻ നബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ് ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ ഇല്ലാ റജുലൻ കാനത് ബൈനഹു വബൈന അഖീഹി ശഹ്നാഉ ഫയുഖാലു അൻളിറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ അൻളിറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ. റവാഹു മുസ്ലിം റഹിമഹുല്ലാ. മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സുപ്രസിദ്ധനായ സഹാബിയാണ്. ആയിരക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബിയാണ്. ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയനായ സഹാബിയാണ്. ഹദീസ് നിഷേധികളുടെ കണ്ണിലെ കരടുമാണ് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒരു കാലഘട്ടത്തിൽ ശത്രുക്കൾ അക്കാലം മുതൽ ഇക്കാലം വരെ, ചേകനൂർ മൗലവി തൊട്ട് ഇന്നുള്ള ഹദീസ് നിഷേധികൾക്ക് വരെ തീർത്താൽ തീരാത്ത വിദ്വേഷമുള്ള വ്യക്തിയാണ് ഇമാം
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. കാരണം ഹദീസുകളെ മുസ്ലിം ലോകത്തിന് പരിചയപ്പെടുത്തിയതിൽ ഏറ്റവും വലിയ സംഭാവനകൾ അർപ്പിച്ച വ്യക്തിത്വമാണ് മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ്. സ്വർഗവാതിലുകൾ തുറക്കപ്പെടും ആഴ്ചയിൽ 2 ദിവസം. വിശുദ്ധ റമദാനിൽ കൊല്ലത്തിലൊരിക്കൽ സ്പെഷ്യൽ തുറക്കും, അത് റമദാനിലാണ്. ഇദാ ജാ റമദാനു ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, അത് വാർഷിക തുറക്കലാണ്, 30 ദിവസം തുടർച്ചയായ തുറക്കലാണ്. അതിൻ്റെ പുറമെ എല്ലാ ഉസ്ബൂയിലും എല്ലാ ആഴ്ചയിലും 2 ദിവസം സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. ഒന്ന് ഇന്ന് അസ്തമിച്ചു പോയ തിങ്കൾ, മറ്റൊന്ന് വ്യാഴം. യൗമൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസവും യൗമൽ ഖമീസ് വ്യാഴാഴ്ച ദിവസവും. ആഴ്ചയിൽ ഈ 2 ദിവസം സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അതുകൊണ്ട് ആ 2 ദിവസവും നോമ്പ് സുന്നത്താക്കിയിട്ടുണ്ട്. സ്വർഗീയ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ദിനങ്ങളെന്ന നിലക്ക് ആ ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താക്കിയിട്ടുമുണ്ട്. ആ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഫയുഗ്ഫറു, ആ ദിവസം പൊറുക്കപ്പെടും. യുഗ്ഫറു, ഗുഫിറ, പൊറുക്കപ്പെട്ടു. ഫയുഗ്ഫറു, ആ ദിവസം പൊറുക്കപ്പെടും. ലികുല്ലി അബ്ദിൻ, എല്ലാ അടിമക്കും, അള്ളാഹുവിൻ്റെ എല്ലാ അടിമകൾക്കും തിങ്കളും വ്യാഴവും അള്ള പുറത്തു കൊടുക്കും. സ്പെഷ്യലാണ്. നമ്മൾ ആ തിങ്കളും വ്യാഴമൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവണം. ഇന്ന് മഗ്ഫിറത്തിൻ്റെ ദിവസമാണ്. എല്ലാവർക്കും അള്ള സ്പെഷ്യലായിട്ട് പുറത്തു കൊടുക്കുന്ന ദിവസമാണ്. ഏത്? ആഴ്ചയിൽ തിങ്കളും വ്യാഴവും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ലാ യുശ്രികു ബില്ലാഹി ശൈഅ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത എല്ലാ അടിമകൾക്കും. ശിർക്ക് ജീവിതത്തിൽ വന്നുപോയവർക്ക് പുറത്തു കൊടുക്കൂല, അത് തൗബ ചെയ്യാതെ പുറത്തു കൊടുക്കൂല. അതുകൊണ്ട് അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത എല്ലാ അടിമകൾക്കും പുറത്തു കൊടുക്കുന്നതാണ് ഈ 2 ദിവസവും. ഇല്ലാ റജുലൻ, ഇനിയാണ് വിഷയത്തിൻ്റെ ഗൗരവം. ഇല്ലാ റജുലൻ, ഒരാൾക്കൊഴികെ. അയാൾ ശിർക്ക് ചെയ്യാത്ത മുവഹിദായിട്ടും കാര്യമല്ല, നല്ല തൗഹീദുള്ള മനുഷ്യനാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, എല്ലാം ഉണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം വ്യക്തിയാണ്. പക്ഷേ കാനത്ത് ബൈനഹു, അയാൾക്കിടയിൽ നിലവിൽ നിൽക്കുന്നുണ്ട്. കാനത്ത് ബൈനഹു, അയാൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. വബൈന അഖീഹി, അയാളുടെ സഹോദരനുമിടയിൽ. സഹോദരൻ എന്ന് പറയുമ്പോൾ ഉമ്മയും വാപ്പിയും ഒത്ത സഹോദരനോ ഉമ്മയൊത്ത സഹോദരനോ അല്ലെങ്കിൽ മറ്റാരോ ആവട്ടെ. ഇന്നമൽ മോമിനൂന ഇഖ്വാൻ നമ്മൾ പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങളൊക്കെ സഹോദരങ്ങളാണ്. അപ്പോൾ ആരോടെങ്കിലും അയാളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്ത്? ഷഹ്നാ, പക. ഷഹ്നാ എന്ന് പറഞ്ഞാൽ പക, വിദ്വേഷം, ഈർഷ്യത എന്നുള്ളതിനൊക്കെ പറയുന്ന വേർഡാണ് ഷഹ്നാ. അപ്പോൾ രണ്ടാൾക്കിടയിൽ പരസ്പരം ഈർഷ്യതയുണ്ട്, പരസ്പരം സുഖമില്ല, പരസ്പരം മനസ്സ് ശരിയല്ല. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. റഹ്മാനായ റബ്ബ് മലക്കുകളോട് പറയും, ഫൈഖാലു, വിളിച്ചു പറയപ്പെടും മലക്കുകളോട്, അൻളിറൂ ഹാദൈനി, ഈ 2 ആളുകളുടെയും നിങ്ങൾ പെൻഡിങ്ങിൽ വെക്കൂ. ഈ 2 ആളുകളുടെ കാര്യം അവിടെ കാത്തുവെക്കുക. അൻലറ എന്ന് പറഞ്ഞാൽ ഒന്ന് വരട്ടെ. നമ്മൾ പറയില്ലേ, ഒരു സാധനം നമ്മളെ കയ്യിൽ കിട്ടിയാൽ എല്ലാം നമ്മളിങ്ങനെ പരിശോധിച്ചു, ഒന്ന് വന്നാൽ മാറ്റിവെക്കണം, അത് വരട്ടെ, അത് പിന്നെ നോക്കാം, മാറ്റിവെക്കുക. അൻലിറൂ ഹാദൈനി, ഈ 2 ആളുടെ കാര്യം മാറ്റിവെക്കൂ. അവർക്ക് പുറത്തു കൊടുക്കാനായിട്ടില്ല, അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കാനായിട്ടില്ല. ഹത്താ യസ്തലിഹാ, അവർ 2 ആളും പരസ്പരം ഒന്ന് നന്നാകുന്നത് വരെ. വീണ്ടും നോക്കൂ, അൻളിറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ. 2 തവണ വിഷയത്തിൻ്റെ ഗൗരവം പറയാൻ അല്ലാഹുവിൻ്റെ റസൂൽ ആ വാക്ക് ആവർത്തിച്ചു. അവർ 2 ആളും നന്നാകുവോളം അവരുടെ കാര്യം അവിടെ പെൻഡിങ്ങിലിരിക്കട്ടെ. എന്താണ് ആ വിഷയത്തിൻ്റെ ഗൗരവം? നോക്കൂ നിങ്ങൾ. നമ്മുടെ കർമ്മങ്ങൾക്ക് സ്വീകാര്യതയില്ല, മഗ്ഫിറത്ത് കിട്ടൂല. എന്താ കാരണം? 2 ആൾ തെറ്റിക്കുകയാണ്. ആഴ്ചയിൽ 2 ദിവസത്തിൽ 3 ദിവസം കഴിഞ്ഞാൽ തിങ്കൾ വന്നു, 3 ദിവസം കഴിഞ്ഞാൽ വ്യാഴം വന്നു. ഈ 2 ദിവസം സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടുമ്പോൾ നമ്മളെ കർമ്മങ്ങൾക്ക് സ്വീകാര്യതയോ, അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മളിതുവരെ ചൊല്ലിയ തൗബക്കും നിസ്കാരത്തിൻ്റെ ശേഷവും നിസ്കാരത്തിൻ്റെ അകത്തും ചൊല്ലിയ അസ്തഗ്ഫിറുള്ളകൾക്കും ഒന്നും ഒരു റിസൾട്ടും ഇല്ലാതിരിക്കാൻ മാത്രം നമ്മൾ തഴയപ്പെടുന്നു. എന്താ പ്രശ്നം? എന്തുള്ളൂ? തൗഹീദില്ലേ? ഉണ്ട്. നിസ്കാരല്ലേ? ജമാഅത്തിന് പോണില്ലേ?
നോമ്പില്ലേ, സുന്നസ്കാരല്ലേ, ഹജ്ജ് ചെയ്തിട്ടില്ലേ, ഉംറ ചെയ്തിട്ടില്ലേ, എല്ലാം ഉണ്ട്. പിന്നെന്താ പിണങ്ങി നിൽക്കുകയാണ് ഒരാളേറ്റ്? സഹോദരങ്ങളെ, ഞാനോ ഈ ശബ്ദം കേൾക്കുന്ന ആരോടെങ്കിലും അങ്ങനെ പിണങ്ങിപ്പിരിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ ഇന്നത്തെ ഈ നിമിഷം, ഇന്നത്തെ ഈ ദിവസം ആ പിണക്കം മാറ്റാതെ നമ്മൾ ഒരിക്കലും കിടപ്പറയിലേക്ക് പോയിക്കൂടാ. കാരണം ഇത് നമ്മളെ അമലിൻ്റെ പ്രശ്നമാണ്, ഇത് നമ്മുടെ മഗ്ഫിറത്തിൻ്റെ പ്രശ്നമാണ്. മഗ്ഫിറത്തിന് പ്രശ്നം ബാധിച്ചാൽ പിന്നെ സ്വർഗത്തെയാണ് ബാധിക്കുക. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് ധൃതിപ്പെട്ടു പോകൂ, അതിലൂടെ സ്വർഗം നേടൂ എന്നാണ് അള്ളാഹു പറയുന്നത്. മഗ്ഫിറത്തില്ലെങ്കിൽ പിന്നെ എന്ത് സ്വർഗ്ഗമാണ്? അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാൾ തെറ്റി നിൽക്കുന്നുണ്ടോ, അത് തൻ്റെ കുടുംബത്തിലാണോ, ബന്ധത്തിലാണോ, അയൽക്കാരാണോ, എളാപ്പമൂത്താപ്പയാണോ, നാട്ടുകാരാണോ, ഇങ്ങനെ ഒരു കാരണമല്ലാതെ ഇങ്ങനെ പിണങ്ങി പിരിഞ്ഞത് എന്താ പ്രശ്നം? ഞാൻ വിളിച്ചിട്ട് അവൻ വന്നില്ല, എൻ്റെ കല്യാണത്തിൽ അവൻ പങ്കെടുത്തില്ല, അല്ലെങ്കിൽ അവന് കണ്ടിട്ട് മിണ്ടിയില്ല, അല്ലെങ്കിൽ എന്നെ മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അവനെന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പോയി, അല്ലെങ്കിൽ അവൻ്റെ കണ്ടപ്പോൾ വേറെ എടുക്കോ നോക്കി. ഇങ്ങനെയൊക്കെ നൂറുകൂട്ടം നിസ്സാരമായ കാരണങ്ങൾ പർവ്വതീകരിച്ചിട്ടാവും ഭാര്യ ഭർത്താക്കൾ തമ്മിൽ തലാക്കിലെത്തണം. അങ്ങനെയല്ലേ? ചെറിയ പ്രശ്നമല്ലേ തുടക്കം, പിന്നെ വലുതിലേക്കാവല്ലേ? എങ്ങനെയാണ് ആളുകൾ ബന്ധം മുറിക്കുന്നത്? അപ്പം അതുകൊണ്ട് തന്നെ ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവരെ രഞ്ജിപ്പിലെത്തിക്കൽ മോമിനീങ്ങൾക്ക് കടമയായതുപോലെ, ഇന്നമൽ മോമിനൂന ഇഖ്വാൻ നമ്മൾ തുടക്കത്തിൽ കേട്ടില്ലേ, അതിൻ്റെ ബാക്കി എന്താ? ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും എന്നാണ്. നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾ, രണ്ട് വ്യക്തികളാവാം, രണ്ട് കുടുംബങ്ങളാവാം, രണ്ട് ഗ്രൂപ്പുകളാവാം, തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇസ്ലാഹിൻ്റെ പണിയെടുക്കണം എന്നാണ്. നിങ്ങൾ നന്നാക്കാൻ ശ്രമിക്കണം എന്നാണ്. അതിനിച്ചിരി കളവൊക്കെ പറയാനാണ്. രണ്ടാളെ പരസ്പരം നന്നാക്കാൻ വേണ്ടി ഇത്തിരി ഇല്ലാത്തതൊക്കെ പറയാനാണ്. രണ്ടാൾ തമ്മിൽ തെറ്റിയിരിക്കുകയാണ്, തെറ്റി നിൽക്കുമ്പോൾ അവരെ എങ്ങനെയായിട്ടും അടുക്കണില്ല. അപ്പോൾ നമ്മൾ ഒരാൾ കേൾക്കാതെ മറ്റേ ആളോട് പോയിട്ട് പറയണേ, നിങ്ങൾ അയാളായിട്ട് തെറ്റിയിരിക്കണ എത്ര കൊല്ലായി, എത്ര കാലമായി നിങ്ങൾ പിണങ്ങി നിൽക്കുന്നു, പോയിട്ട് പറയുക, അയാൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്ന നിങ്ങൾ ഇത്ര ഒരു ഇഷ്ടത്തോടെ, പക്ഷേ എന്തോ അയാൾക്ക് നിങ്ങളെടുത്ത് വരാനൊരു മടിയുണ്ട്, അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് 100 നാവാണ്. എവിടെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അയാളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ പോയിട്ട് പറയുക, നിങ്ങളെന്ന് പറഞ്ഞാൽ അയാൾക്ക് 100 നാവാണ്, നിങ്ങളോട് നല്ല ഇഷ്ടമാണ്, നല്ല സ്നേഹമാണെന്ന് ഇയാളോട് പറയുക. ആ വർത്താനം അയാളോടും പറയുക, ഞാൻ മറ്റേ ആളെടുത്ത് പോയിരുന്നിട്ടോ, നിങ്ങൾ എത്ര കാലമായി പരസ്പരം കണ്ടിട്ടും മിണ്ടിയിട്ടൊക്കെ, ഞാൻ അയാളെടുത്ത് പോയിരുന്നു, എന്തൊരിഷ്ടമാണ് അയാൾക്ക് നിങ്ങളെ, പക്ഷേ എന്തോ ഇബിലീസ് നിങ്ങളങ്ങനെ പിണക്കി നിർത്തുകയാണ്. അയാളെ മനസ്സ് വളരെ ക്ലീനാട്ടോ, നിങ്ങളോട് യാതൊരു ഇതുമില്ല കേട്ടോ, ഒന്ന് കണ്ടു ഒന്ന് മിണ്ടിയെങ്കിൽ, ഒന്ന് ഇങ്ങനെ ഒന്ന് നടന്നാൽ പോരെ, ഒന്ന് നന്നായെങ്കിൽ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഭയങ്കര ആഗ്രഹമുണ്ട്. അയാളങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അവിടെ നമുക്ക് കെദിബ്, വാസ്തവവിരുദ്ധമായൊരു കാര്യം ഇസ്ലാഹിന് വേണ്ടി പറയൽ അനുവദനിക്കപ്പെട്ടൊരു കാര്യമാണത്. അത്ര പോലും ചെയ്തിട്ടെങ്കിലും ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും എന്നാണ്. നിങ്ങളുടെ പിണങ്ങി നിൽക്കുന്ന സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്.